ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾക്ക് എന്താ ഒരു പണിയായിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പൊ പറഞ്ഞോളൂ. എല്ലാരും ഒരു 100 രൂപ എടുത്തോ. മനസ്സിലായി. എന്താ മനസ്സിലായത്? ഫുഡ് ഉണ്ടാക്കണം 100 രൂപ വെച്ചിട്ട്. 100 രൂപ വെച്ചിട്ട് നിങ്ങൾ ഒരു ഇഫ്താർ വിരുന്ന് ഉണ്ടാക്കണം. അതായത് അവനവന് കിട്ടിയ 100 രൂപ വെച്ചിട്ട് ഒരാൾക്ക് കഴിക്കാനുള്ള, ഒരാൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കണം. ഒരു വിഭവം ഉണ്ടാക്കുക, 2 വിഭവം ഉണ്ടാക്കുക. നിങ്ങൾക്ക് 100 രൂപ കൊണ്ട് 10 വിഭവം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത്രയും ഉണ്ടാക്കാം. ഏറ്റവും നല്ല വിഭവം ആരാണോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് ആരാണോ നോമ്പുറ സെറ്റ് ചെയ്യുന്നത്, അവരായിരിക്കും ഈ ചാലഞ്ചിലെ വിന്നർ. അപ്പൊ അതാണ് ഗൈസ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചാലഞ്ച്. ഈ 100 രൂപ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി നോമ്പുതറ സെറ്റ് ആക്കണം. അപ്പൊ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങളെ പ്രിപ്പറേഷൻസ് തീർന്നില്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവും. ഞങ്ങള് പെട്ടെന്ന് സെറ്റ് ആക്കാം. എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ആലോചിക്കണം, ഒക്കെ പെട്ടെന്ന് അതിന്റെ പൈസ കണക്ക് കൂട്ടണം. ഒരുപാട് പണികൾ. 100 രൂപയിൽ പുറത്ത് പോകാനും പാടില്ല. ഞാൻ എന്താ ഉണ്ടാക്കുന്നത് തീരുമാനിച്ച്. ഞാൻ ഉണ്ടാക്കുന്നത് നാനും കബാബും ആണ് കേട്ടോ. ബട്ടർ നാൻ അത് നമുക്ക് മിനിമൽ ആയിട്ടുള്ള അങ്ങനെ വലിയ സംഭവമൊക്കെ ഉണ്ടാകാനൊന്നുമില്ല. നാനും ഞാൻ കബാബുമാണ് വിചാരിച്ചത്. ബട്ടർ നാൻ ഉണ്ടാക്കണമെന്നാണ്. പക്ഷെ ബട്ടറിന് നല്ല വില ആയതുകൊണ്ട് നമുക്ക് സാധാ പോലെ ഒരു നാൻ ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 10 രൂപയ്ക്ക് മൈദ ഞാൻ വാങ്ങിക്കും. പിന്നെ ചിക്കൻ ഞാൻ 50 രൂപയ്ക്ക് കിട്ടുമെന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ അവിടെ പോയിട്ട്. പിന്നെ 10 രൂപയ്ക്ക് പാരച്ചൂട്ട് വാങ്ങും. പിന്നെ മുളക് പൊടി 10 രൂപയ്ക്ക് വാങ്ങും. മഞ്ഞപ്പൊടി 10 രൂപയ്ക്ക് വാങ്ങും. പിന്നെ ചിക്കൻ മസാല 10 രൂപയ്ക്ക് വാങ്ങും. ഇത് കറക്റ്റ് ഞാൻ ഇപ്പൊ കൂട്ടിയത് 100 രൂപയ്ക്കാണ്. അവിടെ പീടിയ പോയിട്ട് ഈ മൈദ ഒക്കെ നമുക്ക് 8 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും കുറച്ച് പൈസ ഒക്കെ ബാക്കി ഉണ്ടാവും. അത് വെച്ചിട്ട് ഇനി ബാക്കി എന്തെങ്കിലും വാങ്ങിക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ഗൈസ്, ഞാനൊരു പഴം നിറച്ചതും പിന്നെ നമ്മുടെ കഞ്ഞിയില്ലേ, നമ്മുടെ നോമ്പിന് വിളമ്പുന്ന ഒരു ടൈപ്പ് കഞ്ഞിയില്ലേ, മഞ്ഞ കളറുള്ള ആ കഞ്ഞി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഞാൻ എഴുതിയിട്ടുള്ളത് സ്യോൽതോങ് ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഗൈസ്. സ്യോൽതോങ് ആദ്യവർക്ക് അറിയാൻ ചാൻസ് ഇല്ല ഗൈസ്, കാരണം പഞ്ചസാര എന്റെ കൊറിയൻ വേർഡാണ് ഈ സ്യോൽതോങ്. ഈ ഡ്രാമ കണ്ടിട്ട് ഓളിപ്പോ കൊറിയൻ പഠിക്കാൻ വേണ്ടി തുടങ്ങി. സാധനമില്ല, ഓക്ക് BTS പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് കൊറിയയിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടപ്പോ കൊറിയൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഞാൻ ഡുവലിംഗോ ആപ്പ് വഴിയാണ് കൊറിയൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പല പല ലാംഗ്വേജസ് പഠിക്കുക. ഇനിയിപ്പോ ഞാൻ കൊറിയൻ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജ് പഠിക്കും. എങ്ങനെയാ പഠിക്കുന്നത് അറിയണ്ടേ? ഞാൻ കാണിച്ചു. ഡുവലിംഗോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജ് ലേണിംഗ് ആപ്പാണ്. അപ്പൊ ഇതിൽ നമുക്ക് 40-ലധികം ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ജർമ്മൻ, സ്പാനിഷ്, പിന്നെ ഫ്രഞ്ച്, ഇതേപോലെ കൊറിയൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും. ഫ്രഞ്ച് ഒന്ന് പഠിക്കണം. അപ്പൊ ഇത്രയും ലാംഗ്വേജസ് നമുക്ക് ഡുവലിംഗോയിൽ പഠിക്കാൻ പറ്റും. ഡുവലിംഗോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആപ്പ് സ്റ്റോറിനോ പ്ലേ സ്റ്റോറിനോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഈസി ഗെയിംസ് ഇല്ലേ, അങ്ങനത്തെ ഗെയിംസിലൂടെ നമുക്ക് ഈ ലാംഗ്വേജസ് എല്ലാം ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. ഈ ഡുവലിംഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് സ്പീക്കിംഗ്, റീഡിംഗ്, ലിസണിംഗ്, ഈ 3 ആസ്പെക്ട്സ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ലാംഗ്വേജസ് ഒക്കെ പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് ഇനിയിപ്പോ സമയമില്ല എന്ന് വെച്ചാൽ ഡെയിലി 10 മിനിറ്റ് വരെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെച്ചാൽ മതി. ഇനി അഥവാ നമ്മൾ മറന്നു പോവുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒരു റിമൈൻഡേഴ്സ് അയക്കും. എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് നമുക്ക് റിമൈൻഡേഴ്സ് അയക്കും. അപ്പൊ അതിലൂടെ തന്നെ ഈ ലാംഗ്വേജസ് പഠിക്കുന്നത് നമ്മുടെ ഒരു ഹാബിറ്റ് ആയി മാറുകയും ചെയ്യും. ഡുവലിംഗോയിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ട്രാവല്, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ വഴി നമുക്ക് ഓരോ ലാംഗ്വേജും ഭയങ്കര എഫിഷ്യന്റ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പൊ ഡുവലിംഗോയിൽ എങ്ങനെയാണ് ഓരോ ലാംഗ്വേജ് പഠിക്കുന്നതെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. നമ്മളിത് ഡുവലിംഗോ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ആപ്പ് എടുക്കുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക, പിന്നെയും കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ 40ഓളം ലാംഗ്വേജസ് നമുക്കിത് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നത് കൊറിയനാണ്. കണ്ടിന്യൂ കൊടുക്കുക. ഇതെന്ന് നമ്മൾ എവിടെ നിന്നാണ് ഡുവലിംഗോനെ പറ്റി അറിഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ യൂട്യൂബ് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഇനിയിപ്പോ നമുക്ക് എത്രത്തോളം കൊറിയൻ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് അവര്. അപ്പൊ ഞാൻ ന്യൂ ആണ് ഇതിലേക്ക്, അതുകൊണ്ട് ഞാൻ ന്യൂ ടു കൊറിയൻ എന്ന് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഞാൻ എന്തിനാണ് കൊറിയൻ പഠിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഞാൻ സപ്പോർട്ട് മൈ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കുന്നത്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ വാട്ട് ഇസ് യുവർ ഡെയിലി ഗോൾ, നമ്മുടെ ഡെയിലി എത്ര മിനിറ്റ് ഇതിന് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ഞാൻ 10 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുത്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പീക്കിങ്ങും റീഡിങ്ങും ലിസണിങ്ങും ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മളിത് കണ്ടിന്യൂ കൊടുത്തു. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റി തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ ആ എന്നുള്ളൊരു സൗണ്ട് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതിലതേ കൊറിയൻ ആ ഒരു ആ എന്നുള്ളത് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്കിത് ഇത് ചൂസ് ചെയ്യാം. എ എന്നുള്ള ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഞാൻ ചെയ്യട്ടെ. കണ്ടിന്യൂ കൊടുക്കുക. സെലക്ട് ദ കറക്റ്റ് ലെറ്റർ ഫോർ ആ. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ലെറ്റർ ഏതാണെന്ന് ചെക്ക് ചെയ്തത്. നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടെ ചെയ്യാം. കണ്ടിന്യൂ കൊടുക്കാം. വാട്ട് ഡു യു ഹിയർ ഒന്നുകൂടെ. ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പൊ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ലാംഗ്വേജസും ഡുവലിംഗോയിൽ പഠിക്കാൻ പറ്റും. അപ്പൊ ഡുവലിംഗോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. എല്ലാവരും എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജസ് പഠിക്കുക. അപ്പൊ ഇനി നമുക്ക് നേരെ ലിസ്റ്റ് ഇടാൻ പോവാം. പഴം നിറച്ചതും കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 10 രൂപയ്ക്ക് നമുക്ക് പഞ്ചസാര വാങ്ങാം. പഴം 25 രൂപയ്ക്ക് വാങ്ങണം. പിന്നെ തേങ്ങ 20 രൂപ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ പൈസ കുറഞ്ഞ് കിട്ടാനും ഇവിടെ ചാൻസ് ഉണ്ട്. പിന്നെ 10 രൂപയ്ക്ക് നമ്മൾ പാരച്യൂട്ട് വാങ്ങും. 10 രൂപയ്ക്ക് മൈദ വാങ്ങണം. പിന്നെ 10 രൂപയ്ക്ക് നെല്ലുത്തേരി, ഇത് കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ നിങ്ങോട്ട് 10 രൂപയ്ക്ക് നെല്ലുത്തേരി വാങ്ങണം. 5 രൂപയ്ക്ക് ജീരകം വാങ്ങണം. പിന്നെ ഉള്ളി 10 രൂപയ്ക്കും വാങ്ങണം. അപ്പൊ കറക്റ്റ് 100 രൂപ. ചിലപ്പോൾ ആ തേങ്ങയ്ക്ക് പൈസ കുറഞ്ഞ് കിട്ടാൻ ചാൻസ് ഉണ്ട്. 5 രൂപ ബാക്കി ഉണ്ടാവും. ഇനി അടുത്തത് നിന്റേതാണ് ഗൈസ്. ഞാനിവിടെ ഉദ്ദേശിച്ചത് എഗ് പൊട്ടറ്റോ കട്ട്ലറ്റ് ആട്ടോ. അതായത് പ്രോപ്പർ കട്ട്ലറ്റ് ഒന്നും ആക്കാൻ പറ്റില്ല, എനിക്ക് നല്ല അറിവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 കോഴിമുട്ട അത് ബീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഏകദേശം ഒരു 12 രൂപയ്ക്ക് ആവുള്ളൂ. പിന്നെ ഉരുളക്കിഴങ്ങിന് ഈ പറഞ്ഞ 2 എണ്ണത്തിന് 10 രൂപയ്ക്ക് വെച്ചാൽ 10 രൂപയ്ക്കുള്ള ഉരുളക്കിഴങ്ങ് വാങ്ങാം. പിന്നെ ചിക്കൻ മസാല 10 രൂപയ്ക്ക് ഉണ്ടെന്ന് ഷാമി പറഞ്ഞപ്പോൾ ഞാൻ അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളി ഒരു 2 എണ്ണം വാങ്ങണം. അത് ഏകദേശം 10 രൂപയ്ക്ക് ആവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ പച്ചമുളക് 5 രൂപയ്ക്ക് വാങ്ങിയാൽ മതി. പിന്നെ 10 രൂപേന്റെ പാരച്യൂട്ട് വാങ്ങുക. പിന്നെയുള്ള മെയിൻ പ്രശ്നം ഗൈസ് ബ്രെഡാണ്. കാര്യം ഇത് മൊത്തം സെറ്റായി വരാൻ ബ്രെഡ് വേണം. പക്ഷെ ബ്രെഡിന് 35 രൂപയാണ്. അത് ചെറിയ ബ്രെഡ്. അതെ. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ വേറൊരു ഐഡിയ കിട്ടി, റസ്ക് വാങ്ങാം. 10 രൂപേന്റെ റസ്ക്. അപ്പൊ റസ്ക് മതി. അപ്പൊ 10 രൂപയായി. പിന്നെ ഞാനൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഒരു ചെറുനാരങ്ങയും പിന്നെ പഞ്ചസാരയും മതി. സല്ല് വെള്ളം ഇവിടുന്ന് ഫ്രീ ആയിട്ട് തരുന്നോണ്ട് ആ കുഴപ്പമില്ല. അപ്പൊ ഏകദേശം ഇത് 10, 20, 30, 40, 50, 60, 65, 67 3 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ചെറുനാരങ്ങയ്ക്ക് 70, 75. അപ്പൊ 25 രൂപ ബാക്കി ഉണ്ടാവും. ഇത് ഞാൻ എന്തിനാ വെച്ചതെന്ന് വെച്ചാല് ഇതിൽ ചിലപ്പോ അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കൂടുതലും കുറയലൊക്കെ ആയി ഇങ്ങനെ വരുമല്ലോ. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഐഡിയ വെച്ചത്. 25 രൂപ ബാക്കി. അതേ ബാക്കി ഇനി പൈസ ഉണ്ടെന്ന് ഞാൻ കുഞ്ഞ മറ്റേതില്ലേ സോസ് അത് വാങ്ങിക്കും. അപ്പൊ ഞാനിവിടുത്തെ ബേക്കറി പോയിട്ട് 1 രൂപന്റെ സോസ് ഉണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. എന്നിട്ട് അറിയാം 100 രൂപയിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടോ. 5 രൂപയ്ക്ക് ജീരകമൊക്കെ മേടിക്കണം ഗൈസ്. 10 രൂപയ്ക്ക് പഞ്ചസാര. എനിക്ക് 5 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങണം. പിന്നെ 5 രൂപയ്ക്ക് പച്ചമുളക് ഇതൊക്കെ വാങ്ങണം. പോയി വരും എന്തായാലും. അങ്ങനെ ഗൈസ് ഞങ്ങളുടെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ലിസ്റ്റും കൊണ്ടിട്ട് കടയിലേക്ക് ഇറങ്ങണം. അവിടെ പോയിട്ട് 5 രൂപയ്ക്ക് 10 രൂപയ്ക്ക് മുളക് പൊടി എന്നൊക്കെ പറയാൻ മടിയാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് 100 രൂപയ്ക്ക് എന്തായാലും ഒതുങ്ങണല്ലോ. അപ്പൊ നമുക്ക് ചോദിച്ചേ പറ്റും. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 5 രൂപ 10 രൂപ എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നോണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് മടി വന്ന് കഴിച്ച് 50 രൂപയ്ക്ക് ചിക്കൻ എന്ന് പറയണ്ടേ. കാര്യം പറയാം. ഇത് കണ്ടോ, 50 രൂപയ്ക്ക് ഇത്ര ചിക്കനാണുള്ളത്. ഇത് നമുക്ക് കബാബ് ഉണ്ടാക്കാനുള്ളത്. പക്ഷെ ശരിക്ക് ആ എല്ലില്ലാത്തതായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ പൊരിച്ചാക്കിയാലോ. ഇവർക്ക് മടിയിട്ട് കളിക്കുകയാണ്. വീഡിയോ ചെയ്യണം. ഒരു 10ന്റെ പാരച്യൂട്ട്, മുളക് പൊടി കുറയ്ക്കാൻ പറ്റിയ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച്. കുറേ ആൾക്കാരുണ്ട്. മൈദ, പാരച്യൂട്ട്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല കറക്റ്റ്. പിന്നെ ചിക്കൻ മസാലയും 10ന്റെ 2 കോഴിമുട്ട, 2 ഉരുളക്കിഴങ്ങ്. എത്രയാ? അതൊന്ന് ചെറുത് മതി. അത് അത്ര അത് അത്ര വേണ്ടോ. എന്നാലും ഒരു 3 എണ്ണം മതി. പച്ചമുളക് ഒരു 5 രൂപയ്ക്ക്. കയ്യിലേക്ക് തരാൻ കിടക്കുന്നുള്ളൂ ഗൈസ്. 5 രൂപയ്ക്ക് പഞ്ചസാര. അത് പറയാനുണ്ട്, ഞാൻ മടിച്ചിരിക്കും. പിന്നെ റസ്ക് ഉണ്ടോ പറ്റില്ല? ബ്രെഡിനില്ല. അവിടെ കണക്ക് തെറ്റി. 5 രൂപയ്ക്ക് നിറ കൈ കൊണ്ട് 5 എത്രയും 88 5 ലാഭിച്ച് 12 രൂപ 5 ലാഭിച്ചു. അതുകൊണ്ട് എന്താ സ്പെഷ്യൽ പ്ലാൻസ് ഉണ്ടോ? അവർക്ക് 25 കോള് ബാക്കി ബാലൻസ് വെച്ചത്. പക്ഷെ അതിൽ 12 ബാക്കി. ഞാൻ കറക്റ്റ് ആയില്ല. കാര്യം 25 രൂപ ഞാൻ 10 വിചാരിച്ചു. ആ 3 എണ്ണം. പിന്നെ ഒരു തേങ്ങ അത് മതി. പിന്നെ 10 രൂപയ്ക്ക് പഞ്ചസാര.
രൂപയ്ക്ക് ഞങ്ങളെ ഇങ്ങനെ തീർന്നു. തീരെ മുഖത്ത് ചളുപ്പില്ല. മൈദ 10 വാങ്ങണ്ടല്ലേ? മൈദ 10 വാങ്ങണ്ടല്ലോ. ആ വേണം വേണം. 10 രൂപയ്ക്ക് മൈദ, നെല്ലുത്തേരി 10 രൂപയ്ക്ക്. ഓരോന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കും. ഉള്ളിക്ക് എത്ര രൂപയ്ക്ക് കിട്ടിയത്? 2 ഉള്ളി. എത്ര? 3 എണ്ണം. 3 അല്ലേ? 3 ഉള്ളി എന്തായാലും 10 രൂപയിലെ 7 രൂപ. 3 ഉള്ളി വേണ്ട, 2 ഉള്ളി. 2 ഉള്ളി വരും. കഞ്ഞിയിലിടാം. ഒറ്റുള്ളി മതി. ഒറ്റുള്ളി മതി. അപ്പം അതിനെക്കാട്ടിലാവും. ഈ 5 രൂപേൻ്റെ ജീരകമാണ് പ്രശ്നം. ഫ്രീ ആണ് ഗൈസ്. ആ സ്കാനർ തിരിച്ചു വെച്ചത്. ചെറിയ ജീരകം മതി. എത്ര എനിക്കെത്ര പൈസ ഉണ്ടാവും? ഇപ്പോൾ ഒരു ഐഡിയ 103 ഞാൻ നോക്കട്ടെ. 93 രൂപ. വെരി ഗുഡ്. ഞങ്ങളിത് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. അവിടെ ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം ഫസ്റ്റ് ഞാനാണ് സാധനങ്ങൾ വാങ്ങിയത്. അപ്പൊ എനിക്ക് വാങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ വാങ്ങാനായപ്പോ ഒരുപാട് ആൾക്കാർ 5 വാങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാരും മുന്നിൽ വെച്ച് 5 രൂപയ്ക്ക് ജീരകം, 10 രൂപ പഞ്ചസാര. പിന്നെ ഷാമയ്ക്ക് എന്താ വെച്ചാല് 4 സാധനം വാങ്ങാനുള്ളത്. എനിക്ക് 10 സാധനം ഞാൻ വാങ്ങാണ്ട് അത് ഞാൻ 1 ഉള്ളി തരോ, പിന്നെ ഒരു 5 രൂപയ്ക്ക് പഞ്ചസാര തരോ. അത് മൂപ്പരായോണ്ടാണ് എടുത്തിരുന്നത്. വേറെ ആരാണ് പൊയ്ക്കോന്ന് പറയുന്നത്. അത് ഞങ്ങൾ 3 ആളാണ് പോയി തെറിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ പോയപ്പോ തന്നെ മൂപ്പർക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഇന്റെതെല്ലാം 10 രൂപയ്ക്ക് വെച്ചിട്ടാണ്. 50 രൂപയ്ക്ക് ചിക്കൻ വാങ്ങി. അതൊരു 4-5 പീസിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 10 രൂപയ്ക്ക് മുളക്. അതല്ല, എന്നിട്ട് അവിടെ പോയിട്ട് ചോദിക്കുകയാണ് സല്ലു എനിക്ക് എല്ലില്ലാത്ത പീസ് കിട്ടുമെന്ന്. 50 രൂപയ്ക്ക് കിട്ടുന്ന ലാഭം വിചാരിച്ചത്. എന്നിട്ട് എല്ലില്ലാത്ത കിട്ടില്ല. ഞാൻ ചിക്കൻ പൊരിക്കാം. ഏറ്റവും എന്റെ കാര്യത്തിൽ കോമഡി ആയിട്ടത് 5 രൂപയ്ക്ക് മേടിച്ച ജീരകമാണ് ഗൈസ്. ഇത് ഈ പേപ്പറിലേക്ക് ഇട്ടിട്ട് അവരെന്നെ നോക്കണം. ഇത് കാണാൻ അതല്ല, പേപ്പറിലേക്ക് ഇടുന്ന സമയത്ത് പാത്രത്തിൽ നിന്ന് ജീരകം ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് പേപ്പറിലേക്ക് ഇട്ട് അതിലുണ്ടോ എന്നുള്ള രീതിയിലാണ് മൂപ്പര് നോക്കുന്നത്. എന്തായാലും ഞാൻ ഏകദേശം 93 രൂപയ്ക്ക് സാധനങ്ങൾ മിക്സ് ആയി പോകട്ടെ. സാധനങ്ങൾ മിക്സ് ആക്കി പോയത് 93 രൂപയ്ക്ക് ഇന്റെ സാധനങ്ങൾ ഇത്രയും സാധനങ്ങള്. ഇത് എനിക്ക് തോന്നുന്നു പഴത്തിനാണ് 23 രൂപ. 20 രൂപ ഈ ഒരു തേങ്ങയ്ക്കാണ്. പിന്നെ അതേ പാരച്ചൂട്ട് 10 രൂപ. പിന്നെ ഇതെന്തായിരുന്നു? ഇത് നെല്ലുത്തേരി 10 രൂപ. പിന്നെ അതേ പഞ്ചസാര 10 രൂപ. സവാള 5 രൂപ. 5 രൂപയ്ക്ക് ഇതേ ഈ ഒരു ജീരകോ. അങ്ങനെ ഇത്രയും സാധനങ്ങൾ 93 രൂപയ്ക്ക് നമ്മൾ മേടിച്ചു. കണ്ടോ, ചിക്കൻ 50 രൂപയ്ക്ക് ഇത്രയും കിട്ടും. ഒരാൾ ചിക്കൻ ധാരാളമായിട്ടുണ്ട്. പിന്നെ അതേ മൈദയും ഉണ്ട് കേട്ടോ. എനിക്ക് മൈദയും 10 രൂപയ്ക്ക് ഇത്രയും കിട്ടും. ഞാനിത് അത്രയും സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. 2 കോഴിമുട്ട, അതിന് 10 രൂപ ആയതെന്ന് തോന്നുന്നു. പിന്നെ ഉള്ളി വാങ്ങിച്ച് 10 രൂപയ്ക്ക് നോക്കുമ്പോൾ ഒരു 5 ഉള്ളി ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അത്ര വേണ്ടയ്ക്ക് 3 എണ്ണം മതി. ഇത് അപ്പൊ കറക്റ്റ് എനിക്ക് എത്ര പൈസ എന്നറിയില്ല കേട്ടോ. പിന്നെ 10 രൂപേന്റെ ചിക്കൻ മസാല, 10 രൂപേന്റെ പാരച്ചൂട്ട്, ഒരൊറ്റ ചെറുനാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 1 വലുതും 1 ചെറുതുമായിട്ട് 2 ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു. പച്ചമുളക് വാങ്ങിച്ചു. പിന്നെ എൻ്റെ അടുത്ത് മെയിൻ ആയിട്ട് പറ്റിയുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ ഞാൻ 10 രൂപയ്ക്ക് റസ്ക് എന്നല്ല വിചാരിച്ചത്. പക്ഷെ 10 രൂപയ്ക്ക് റസ്ക് ഇല്ല എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഓ തെറ്റിദ്ധരിപ്പിച്ചാണ്. 25 രൂപ കേട്ടോ റസ്കിനുള്ളത്. അപ്പൊ 25 രൂപയ്ക്ക് റസ്ക് വാങ്ങി. 5 രൂപേന്റെ പഞ്ചസാര. അപ്പൊ 5 രൂപേന്റെ പഞ്ചസാരയും വാങ്ങി. ടോട്ടൽ ആയിട്ടുള്ളത് 88 രൂപയാണ്. ബാക്കി 12 രൂപ എന്റെ കയ്യിലുണ്ട്. 25 രൂപ ബാക്കി ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ 12 രൂപ ബാക്കിയുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ടോട്ടൽ 93 രൂപയാണ്. ബാക്കി 7 രൂപ. കണ്ടോ, 7 രൂപയാണ് ഒന്നുമില്ല കയ്യില്. അപ്പൊ നമ്മള് നമ്മുടെ 100 റുപ്പീസ് നോമ്പുതോറിന്റെ പടികളിലേക്ക് കടക്കുകയാണ്. ഞാൻ പഴം നിറച്ചതും ജീരകക്കഞ്ഞിയാണ് വെക്കുന്നത്. ആ പഴം പുഴുങ്ങാൻ വേണ്ടി നമ്മൾ ഇതേവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകക്കഞ്ഞിന്റെ പ്രിപ്പറേഷൻസിലേക്കും ബാക്കി എല്ലാത്തിലേക്കും കൂടി കിടക്കണം കേട്ടോ. ഞാനിത് അവിടെ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാൻ വെക്കാൻ പോവാണ്. പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ കബാബിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എന്തെങ്കിലും ചിക്കൻ മസാല അത് എനിക്കൊരു ഇത്തിരി സ്ഥലം തരുമോ? അതിൽ മസാല തേക്കാൻ മസാല തേക്കാൻ വേണ്ടി പോകാട്ടോ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പൊട്ടറ്റോ കട്ട്ലറ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ, നമുക്ക് റേഷനായിട്ട് കിട്ടിയതാണോ, അപ്പൊ വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ അങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. ബാക്കി നമുക്കത് പൊരിക്കാനുള്ള വെളിച്ചെണ്ണ സേവ് ചെയ്ത് ഞാനിത് കബാബിനുള്ള മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല. ഇത് ഉപ്പ് ഫ്രീ ആയിട്ട് കിട്ടിയത് നന്നായിട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പില്ലാത്ത കബാബ്, ഉപ്പില്ലാത്ത 8 രൂപ വേണ്ടല്ലേ ഉപ്പിന്? 100 രൂപയ്ക്ക് സാധനം 100 രൂപയ്ക്ക് അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ലേ. കറക്റ്റ് ആണ്. അത് ശരി. കബാബ് എന്നൊന്നും പറയാൻ പറ്റില്ല.
ചിക്കൻ ഫ്രൈ വേണമെങ്കിൽ വിളിക്കാം. ആ അത് നമ്മൾ കോലിൽ കുത്തി കഴിഞ്ഞാൽ അത് കബാബ് ശരിയാണ്. ഈർക്കിള് തപ്പി പിടിക്കണം ഗൈസ് പെട്ടെന്ന് പണി തീർക്കണം. ഞാൻ ചീരകഞ്ഞിക്കും പിന്നെ നമ്മുടെ പഴം നിറച്ചതിനുള്ള തേങ്ങ ചിരകണം കേട്ടോ. രണ്ടിനും കൂടെ കുറച്ച് തേങ്ങ മതി. കുറച്ച് സ്പൈസി ആയാൽ കുഴപ്പമുണ്ടാകാം. കൂടിപ്പോയി. ഞാനിതാ നാരങ്ങ കലക്കി വെക്കാണ്. ഇപ്പൊ കലക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇത് ഞാൻ 5 രൂപയ്ക്ക് വാങ്ങിയ പഞ്ചസാര കേട്ടോ. ഇത് വെച്ചിട്ട് എനിക്ക് എല്ലാവർക്കും കൂടെ വെള്ളം കലക്കി തന്നൂടെ അഞ്ചി? ഒറ്റ ചെറുനാരങ്ങയുള്ളൂ. 2 വാങ്ങിയ പോലെ 2 വാങ്ങാൻ പൈസ എനിക്ക് അറിയില്ലല്ലോ. അത് എനിക്ക് അറിയില്ലല്ലോ. ബാക്കി അത്രയും പൈസ ഉണ്ടാവും. അവളിന്റെ അപ്പം ഓർമ്മിക്കണേന്നു. ഞാൻ ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. 1/2 ഗ്ലാസ് തരാം ഒരേ. അല്ല ചെറുനാരങ്ങ വേണമെങ്കിൽ ഇപ്പോഴും പോയി വാങ്ങാം. ശരിയാണോ? ഞാനിതവിടെ നാനിലുള്ള മൈദ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതും കൂടെ ആയി കഴിഞ്ഞാൽ ഏകദേശം ഒരു പണി തീരും. പിന്നെ എനിക്ക് ആ ചിക്കൻ പൊരിക്കണം, പിന്നെ ഇത് പരത്തിയിട്ട് ചുടണം, അത്ര മാത്രമേ ഉള്ളൂ. ഞാനെന്താ നാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നാനോ റൊട്ടി എന്ത് വേണമെങ്കിലും പറയാം. മൈദ വെച്ചിട്ടൊരു പത്തിരി, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിത് പരത്തി തുടങ്ങിട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കബാബ് പൊരിക്കണം എന്നുണ്ടെങ്കിൽ. നമ്മുടെ പഴം പുഴുകാൻ വെച്ചത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഇറക്കിയിട്ട് വേണം ഇതേ അടുപ്പിൽ എനിക്ക് നെല്ലുത്തേരി കഞ്ഞി വെക്കാൻ വേണ്ടിട്ട് കേട്ടോ. എല്ലാരും ഭയങ്കര തിരക്കില്ല. ഞാനിത് അവിടെ റസ്ക് പൊടിക്കാൻ പോവാണ്. റസ്ക് പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതാ അവിടെ വേവിച്ചെടുത്ത് 2 ഉരുളക്കിഴങ്ങ് ഇതും നമ്മൾ വാട്ടി വെച്ച ഉള്ളിയും കൂടി മിക്സ് ചെയ്ത് കോഴിമുട്ടയൊക്കെ ഇട്ടിട്ട് നമ്മളെ ആ ഒരു സംഭവം കൂടി റെഡിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് റസ്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കാര്യം എന്താ വെച്ചാൽ ഇത് കോഴിമുട്ടയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ശരിക്കും ആ ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത്ര റസ്ക്. ബ്രെഡാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ബ്രെഡിന് 35 രൂപയാണ് ഗൈസ്. ഇത് 25 രൂപ. അപ്പൊ നമ്മൾ 10 രൂപ ലാഭിച്ചു. ഗൈസ് ഞാനിതാ 4 പേർക്കുള്ള നാരങ്ങ വെള്ളം ഒരൊറ്റ ചെറുനാരങ്ങയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നല്ല പൊടി ഉണ്ടായിരുന്നു. ആ 5 രൂപയുടെ പഞ്ചസാര മൊത്തം അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്താ സാധനം എനിക്കറിയില്ല. പട്ടിട്ട് ഞാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് ഇനി നമുക്ക് കാസറോൾ വെക്കാതെ നമുക്ക് ചൂടാറില്ല. ഇതാ ഓർമ്മയില്ല ഈ കാസറോൾ ഏതാന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് വെക്കാം. ഞാൻ നെല്ലുത്തേരി ഇവിടെ വെച്ചിട്ടുണ്ട്. പഴം ഞാൻ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ പഴനിറച്ചിലേക്കുള്ള മിക്സ് റെഡിയാക്കാൻ നിൽക്കുകയാണ് ഗൈസ്. ആദ്യം തന്നെ കുറച്ച് ഓയിൽ എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. പാരച്യൂട്ടിന്റെ എണ്ണയേ ഉള്ളൂ. അത് നന്നായിട്ട് ഒഴിച്ചിട്ട് നെയ്യ് വേണ്ടത്. നെയ്യ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. പക്ഷെ അതിനുള്ള പൈസ നമുക്കില്ലല്ലോ. ഷാമിന്റെ അത് കഴിഞ്ഞില്ല. ഇല്ല, എനിക്ക് അതിൽ തന്നെ കബാബും പിരിക്കണം. ഇപ്പൊ തന്നെ വേണം. എന്തേ എനിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ മസാല ഇടാൻ മറന്നുപോയി ഗൈസ് ഉള്ളിൽ. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച തേങ്ങ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ബാക്കി തേങ്ങ നമുക്ക് കഞ്ഞിയിലേക്കുള്ളതാണ്. നെയ്യും കാഷ്യൂ റേസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നുണ്ട്. തൽക്കാലത്തിന് ഇങ്ങനെ നമുക്ക് പഴം നിറച്ചത് കഴിക്കാം. ഇങ്ങനെ നമ്മൾ റേഷനിൽ പഴം നിറച്ചത് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. പക്ഷെ നാന് റേഷൻ അല്ലേ കഴിച്ച എല്ലാവർക്കും ഉള്ള നാനേ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ കൺസിഡറേഷനും പോയിന്റ് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനിത് ഈ മസാലയിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുപ്പ് ഫ്രീ ആയി കിട്ടുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിയ പഞ്ചസാര കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മധുരം ഇരുന്നോട്ടെ. ഞാനിതാ മസാല ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 കോഴിമുട്ട ഈ പാത്രത്തിൽ പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാല അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു നാനാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഫുൽക്ക എന്തായിരുന്നു അതിന്റെ പേര്? ഫുൽക്ക പോലെ ഇങ്ങനെ വരുന്ന കണ്ടോ, നല്ല അടിപൊളി നാനാണ്. ഇത് കണ്ടോ ഗൈസ്, ഞാനിതാ കോഴിമുട്ടയിൽ ആ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെയാണുള്ളത്. ഇത് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ റസ്ക് ഇടുന്നത്. അങ്ങനെ ഗൈസ് ഞാനിത് നാൻ ഉണ്ടാക്കി കഴിഞ്ഞ് 1 2 ചൂട് 3 4 5 6 7 ഉണ്ടാക്കി. ഞാൻ ഇത് വെച്ചിട്ട് 7 നാനാണ്. അടുത്ത കബാബ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് റസ്കിന്റെ പൊടി കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോ നല്ല ടൈറ്റ് ആയി വരുന്നുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് കട്ട്ലറ്റ് ഇങ്ങനെ ഷേപ്പ് ആക്കി വെച്ച് പൊരിക്കൂലേ, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യാം. ഞാനിത് ചിക്കൻ പൊരിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അതിലേക്ക് ഞാൻ 10 രൂപയുടെ മുഴുവൻ പാരച്യൂട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിൽ വെച്ച് കൊടുക്കാം, നടുവിൽ മാത്രം എണ്ണയില്ല. വലിയ പേരൊക്കെയാണ് കബാബ്, പക്ഷെ ശരിക്കും ചിക്കൻ പൊരിച്ചാണ്. അത് ഈർക്കുള്ള ഊതി കഴിഞ്ഞ കബാബായി. പഴം പുഴുങ്ങിയത് നമ്മളിത് നടു കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മൂടാനുള്ള മൈദ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പഴം നിറയ്ക്കാം ഗൈസ്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ തേങ്ങയും പഞ്ചസാരേന്റെയും മിക്സ് വെച്ചിട്ട് നന്നായിട്ട് ഈ പഴത്തിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ.
ഗൈസ് ഞാനിത് ഈ കട്ട്ലറ്റ് ഒക്കെ അതാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം നമ്മളെ പണിയൊക്കെ തീർന്ന് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതാ ഉണ്ടാക്കി വെച്ച ഈ മസാല ജസ്റ്റ് ഒന്ന് കയ്യിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഒരു പഴം ഞാനിത് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് ബാക്കിയും കൂടെ ഫില്ല് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് തീർക്കണം. 3 പഴം നമ്മളിത് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സ് ഇതിന്റെ ടോപ്പിലൂടെ ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു പോർഷൻ ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് വേണം ഇത് നമുക്ക് കോലുമേൽ കുത്തിയെടുക്കാൻ കേട്ടോ. കോലൊക്കെ കിട്ടിയോ? അല്ല പപ്പടക്കോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എങ്ങനെ കഴിച്ചത് നമ്മുടെ പഴം നിറച്ചത് പൊരിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ എണ്ണ അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് ഈ പഴം പൊരിച്ചെടുക്കാം. എത്ര പെട്ടെന്നല്ല പണി കഴിഞ്ഞതറിയാം ഗൈസ്. അല്ല, ഞാൻ വേറെ ഐഡിയ കൂടെ പറഞ്ഞുതരാം. ഇതിലില്ലേ നമ്മൾ ഈ പഴം നിറച്ചതിനെ ഉണ്ടാക്കി വെച്ച് ഈ തേങ്ങയുടെ മിക്സ് ബാക്കിയുണ്ട്, ഇതും മൈദയും ബാക്കിയുണ്ട്. അപ്പൊ മൈദയുടെ ദോശ ഉണ്ടാക്കിയിട്ട് ഈ തേങ്ങയുടെ മിക്സ് അതിന്റെ ഉള്ളിൽ വെച്ചാല് ഏലാഞ്ചി റെഡി. നമുക്ക് ഈ പഴം പൊരിക്കാൻ വെക്കാം ഗൈസ്. ചാമി പാത്രം എടുത്തോ, ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ പഴം നിറച്ചത് നമുക്കത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഏലാഞ്ചി ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെന്താ? ഞാൻ ഉണ്ടാക്കിയത് വെറൈറ്റി ആട്ടോ, അത് കൺസിഡർ ചെയ്യണേ. നമ്മൾ നമ്മളെ കട്ട്ലറ്റ് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശ്രീന്റെ അതാ പഴം നിറച്ചത് സൈഡിലായിക്കൊണ്ടിരിക്കുന്നു. തീർന്ന് കൈസ് ഇത്രയേ ഉള്ളൂ വെളിച്ചെണ്ണ. ഇതിൽ വേണം കേട്ടോ നമുക്ക് മൊത്തം പൊരിച്ചെടുക്കാൻ. പിന്നെ ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്യുന്നേ ഉള്ളൂ, അപ്പോൾ കുഴപ്പമില്ല. ഇത് നമുക്ക് ഈ പാനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമുക്കിനി മറച്ചിടാം കേട്ടോ. ഞാൻ സിമ്മിലിട്ടതായിരുന്നു. ഹായ്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും അല്ലേ? വെളിച്ചെണ്ണ തീർന്നു പോവാതിരുന്നാൽ മതി. കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിനുള്ള അരപ്പ് ഞാനിത് ഇവിടെ റെഡി ആക്കാൻ പോവാണ്. ഇതിൽ നമ്മൾ ജീരകം ഇട്ടിട്ടുണ്ട്, തേങ്ങ ഇട്ടിട്ടുണ്ട്, കുറച്ച് സവാള ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അതുകൂടെ കഴിഞ്ഞാൽ അത് കഞ്ഞിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഞ്ഞി വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിന്റെ ജീരക കഞ്ഞിയുടെ പണിയും കഴിഞ്ഞു കേട്ടോ. ശരിക്കും അതിന് ചെറിയുള്ളി ആയിരുന്നു വേണ്ടത്, പക്ഷെ പൈസ കുറെ ആയതുകൊണ്ടാണ്. ചെറിയുള്ളി കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ ഒറ്റ വെല്ലുള്ളി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ട്രിപ്പ് ഇതാ ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ട്രിപ്പ് അങ്ങനെ നമ്മളിത് കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കഞ്ഞിയിലേക്ക് നമ്മൾ ഈ അരപ്പ് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്തിട്ട് വേണം, സമയം ഉണ്ടെങ്കിൽ ഏലാഞ്ചി ചെയ്യാൻ വേണ്ടിട്ട്. ചിക്കൻ ചൂടാറാൻ വേണ്ടി വെച്ചതാണ്. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഈ കോല് കുത്താൻ മാത്രമേ ഉള്ളൂ. ഇന്നത് ഏകദേശം കഴിഞ്ഞ് ഇതൊന്ന് സെറ്റ് ആക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാൻ വേണ്ടി മാത്രമേ. ഈ അരപ്പ് നന്നായിട്ട് നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അത് ചാൻസ് പോയി എന്നാ തോന്നുന്നു. ഇല്ല, സമയം ഉണ്ടെങ്കിലും സമയം 6:15 15 മിനിറ്റിനുള്ളിൽ എനിക്ക് ആ പണി തീർക്കാൻ പറ്റിയാലേ കഴിച്ചില്ലായി. വെറും 5 മിനിറ്റോട് നമ്മൾ ഈ ഒരു ഏലാഞ്ചി സെറ്റ് ആക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ പഴം നിറച്ചതിനെ യൂസ് ചെയ്യാൻ വെച്ച മൈദ കലക്കിയതില്ലേ, അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അത് ലൂസ് ആക്കിയിട്ട് നമ്മളിത് ദോശക്കുള്ള ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുത്ത് ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ തേങ്ങയുടെ മിക്സ് ഇതിന്റെ ഒരു സൈഡിലേക്ക് നമ്മളിത് ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്നിട്ട് ഈ ദോശ ഇങ്ങനെ അങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ നമ്മുടെ ഏലാഞ്ചി റെഡി. 6:25 സമയം ഞാനതേ കബാബ് ഈ ഒരു പപ്പടക്കോലിന്റെ മുകളിൽ കുത്താണ്. ഇപ്പൊ കറക്റ്റ് ആയില്ല, നോക്ക് ശ്രീ. പക്ഷെ ഞങ്ങൾക്ക് ചാൻസ് ഇല്ല കൈ. ശ്രീ 3 ഡിഷൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. മിക്കവാറും വിന്നർ ശ്രീ ആയിരിക്കും. ടേസ്റ്റ് നോക്കൂലേ? ടേസ്റ്റ് നോക്കും. 5 മണിയൊക്കെ കഴിഞ്ഞ അവിടെ ഇരിക്കുക കേട്ടോ. ബാങ്ക് കൊടുക്കാൻ ഈ 2-3 മിനിറ്റ് ബാക്കിയുള്ളൂ. ഞങ്ങൾ കറക്റ്റ് ടൈമിന് എല്ലാ സാധനങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാങ്ക് നോക്കി വെക്കാം. ബാങ്ക് കൊടുത്തപ്പോ നമുക്ക് നോമ്പ് വെക്കാം. അങ്ങനെ നമ്മുടെ ചാലഞ്ച് നമ്മളിതാ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 88 രൂപ കൊണ്ട് ഇതാ എഗ് പൊട്ടറ്റോ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് 4 പേർക്കുള്ള ലൈം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വെറും 93
രൂപയ്ക്കാണ് ഗൈസ് ഞാൻ ഈ പഴം നിറച്ചത് ഉണ്ടാക്കി, പിന്നെ ജീരകക്കഞ്ഞി ഉണ്ടാക്കി, പിന്നെ ഏലാഞ്ചി ഉണ്ടാക്കി. അങ്ങനെ 3 വിഭവങ്ങൾ 93 രൂപയ്ക്ക് ഞാൻ ഉണ്ടാക്കി. ഞാൻ കറക്റ്റ് 100 രൂപയ്ക്ക് ഉണ്ടാക്കിയതാണ് ഗൈസ്. ഈ നാനും പിന്നെ കെബാബും ഇത് രണ്ടുമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പോ ഞങ്ങൾക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റും ഞങ്ങൾ വിചാരിച്ചതല്ല ഗൈസ്. പക്ഷെ ഞങ്ങൾ 100 രൂപന്റെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ശ്രീയാണ് കേട്ടോ. 3 ഡിഷസ് ആണ് ഗൈസ് 93 രൂപയ്ക്ക് ഉണ്ടാക്കിയത്. ബാക്കി 7 ഓളെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റിൽ ആരാണ് മുന്നിൽ നിൽക്കുക നോക്കുക ഗൈസ്. ആദ്യം തന്നെ 88 രൂപയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള കട്ട്ലറ്റും ലൈം ജ്യൂസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടു. കീട്ടിലും കട്ട്ലേറ്റ് അല്ല 88 പണി കുറവല്ലേ? രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കുക വെച്ചാൽ അത് അടിപൊളിയാണ് ഗൈസ്. ശരിക്കും സോസും കൂടെ വേണം. എന്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നു ഞാൻ പക്ഷെ മറന്നു. ഇതിന്റെ കൂടെ സോസ് പക്ഷെ എന്റെ എനിക്ക് എത്ര രൂപ ബാക്കിണ്ടായിരുന്നു? 12. എനിക്ക് സോസ് വാങ്ങിയാൽ തരും, മറന്നുപോയി. 5 ഉണ്ടാക്കിയ ഡിഷ് അടിപൊളിയാണ്. അത് പ്രൊസീഡ് ചെയ്തിരിക്കും. ഞാൻ ഇത് കഴിക്കാം. അടുത്തൊരു മധുരമാവാം. അതെ, അടുത്ത മധുര. ഞാനും കഴിച്ചോട്ടെ. എല്ലാം എന്തൊരു ടേസ്റ്റ്. അടിപൊളി. സാധാരണ ഉണ്ടാക്കുന്നതിൽ ടേസ്റ്റ് ഉണ്ട്. അതാ പറഞ്ഞേ, സാധാരണ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ട്. ശരിക്കും നെയ്യൊന്നും വേണ്ട അല്ലേ? ഇങ്ങനത്തെ ഉണ്ടാക്കിയാൽ മതി. നെയ്യൊന്നും ഇല്ലാതെ എന്തായാലും ഉണ്ടാക്കിയതാ. ഇനി ശ്രീന്റെ 2 എണ്ണം ടേസ്റ്റ് ചെയ്യേണ്ടത്. ബാക്കിയാണ്. ഇനി ഷാമിന്റെതാട്ടോ. 2 എണ്ണം എടുക്കട്ടെ, കുഴപ്പമില്ലല്ലോ. നല്ല അടിപൊളി പ്രസന്റേഷൻ ആണ്. ഇനി ഒരു ബട്ടർ നാൻ അല്ല, നാന്. നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ഞാനെടുക്ക. ഇത് കബാബല്ലേ? അത് കോഴി കുത്തില് മനസ്സിലാവില്ല. ചിക്കൻ എടുക്കുക, കഴിച്ചു നോക്കാം. അടിപൊളിയായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതൊക്കെ ശരിക്കും നോമ്പ് തുറക്കുന്ന നല്ല ഫീലിംഗ് അല്ലേ? എന്ത് അടിപൊളിയായിട്ട് ഇതിപ്പോ കഴിക്കാം. സാധാരണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ജസ്റ്റ് ഒരു കെച്ചപ്പും പിന്നെ ഞാനേ കുറച്ച് സാലഡ് വേണമെങ്കിൽ കുറച്ച് സാലഡും വെച്ചാൽ മതി. കറക്റ്റ് ആണല്ലോ. ഇതിപ്പോ എല്ലാവർക്കും 2 എണ്ണം വീതം. ചിക്കൻ എടുത്തിട്ട് ഇതിൽ വെക്കുക, എന്നിട്ട് ഇത് മൂടുക, എന്നിട്ട് കഴിക്കുക. അടിപൊളി. ഞാൻ കഴിച്ചോട്ടെ എന്നിട്ടാ പറഞ്ഞിട്ടാ. അടിപൊളി. നല്ല ടേസ്റ്റ് ഇല്ലേ? അടിപൊളിയാ. അങ്ങനെ ഉണ്ടാക്കട്ടോ. ഞാൻ വിചാരിച്ചു ഇങ്ങനെ മൈദ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു നാന് പോലെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ ഡിഷ് സക്സസ് ആയി ഗൈസ്. എനിക്ക് സമാധാനമായി. പക്ഷേ 100 രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാണ്. കുറച്ചുകൂടെ കൂട്ടി പറയും. നീ കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് എന്താ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടോ നമുക്ക്. ജീരകക്കഞ്ഞിയാണ് ഗൈസ്. ഷാമി കഴിച്ചു നോക്ക്. നീ കഴിക്കും. ഞാൻ എല്ലാവർക്കും എടുത്ത് കൊടുത്തിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ ടേസ്റ്റ് പറഞ്ഞുതരാം ഗൈസ്. ചൂടുണ്ടോ? കറക്റ്റ് ജീരകക്കഞ്ഞിന്റെ ടേസ്റ്റാ. ഞാൻ ഒറ്റ തവണ കേട്ടോ ഇതിന് മുന്നേ ജീരകക്കഞ്ഞി കുടിച്ചിട്ടുള്ളത്. അതുകൂടെ തന്നെയാണ്. ഈ കളറ് കണ്ടിട്ട് കളറില്ലാന്നേ ഉള്ളൂ, പക്ഷെ കറക്റ്റ് ടേസ്റ്റാ. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല തേങ്ങാപ്പാല് കുഴിച്ച പോലെ. അതേപോലെ ഈ ജീരകം കൂടി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം നല്ലതെന്ന് പറയുമ്പോ ഒന്നും വിചാരിക്കരുത് ഗൈസ്. കാരണം അത്ര അടിപൊളിയാണ് ഓരോന്ന് ഉണ്ടാക്കിയ ഡിഷുകൾ. എനിക്ക് തോന്നുന്നു കുറച്ചുണ്ടാക്കിയിട്ടാന്ന് തോന്നില്ല എത്രയും ടേസ്റ്റ്. അതാണ് ഞാൻ എനിക്കാകെ ടേസ്റ്റ് ചെയ്യട്ടെ. അടുത്ത നമുക്ക് ഏലാഞ്ചി ടേസ്റ്റ് ചെയ്യാം. ഞാൻ തന്നെ ടേസ്റ്റ്. ഞാൻ കുറച്ചുകൂടി ലുക്കുള്ളത് ഇതെടുക്കട്ടെ. മുറിക്കണം. എങ്ങനെയുണ്ട് കഞ്ഞി? എങ്ങനെയുണ്ട്? അടിപൊളി. ഇനി നമുക്ക് ഈ ഏലാഞ്ചി ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അടിപൊളിയാണ്. മറ്റേ സെയിം മിക്സ് ആണ്. ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുണ്ട് അത്. ഇനി ഗൈസ് നമുക്ക് ഇത് സമാധാനത്തിലെല്ലാം ഇരുന്ന് തിന്നതിന് ശേഷം, നോമ്പ് പറഞ്ഞതിന് ശേഷം നമുക്ക് വിന്നറെ പ്രഖ്യാപിക്കാം. അപ്പൊ നമുക്കിത് കഴിക്കാം. അങ്ങനെ
കഴിഞ്ഞ് ഞങ്ങൾ 100 രൂപ വെച്ച് ഉണ്ടാക്കിയ എല്ലാ ഡിഷുകളും സക്സസ്ഫുൾ ആയിട്ടുണ്ട് guys. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്തോ. ഞാൻ ഗ്യാരണ്ടി. ഞങ്ങൾ എല്ലാവരും ഗ്യാരണ്ടി. ഇനി സല്ലു പറയും വിന്നർ ആരാണ്. ഞങ്ങൾക്ക് അറിയാം എന്നാലും എന്റെ അഭിപ്രായത്തിൽ 3 ഡിഷ് ഉണ്ടാക്കിയ ശ്രീയാണ്. നല്ല ഉണ്ടാക്കിയ 3 ഡിഷുകളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉള്ളായിരുന്നു. പക്ഷെ 3 100 രൂപ വെച്ചിട്ട് ഉണ്ടാക്കുക അതും 7 രൂപ ബാക്കി എടുത്തു വെച്ചിട്ട് ബാക്കി 7 രൂപ കയ്യിലുണ്ട് guys. ഇത് ശരിക്കും ഞാൻ ഇത്ര അടിപൊളിയായിട്ട് 3 പേര് ഉണ്ടാക്കുന്ന ഞാൻ വിചാരിച്ചില്ല. എല്ലാരും അടിപൊളിയായിട്ട് ചെയ്ത്. അപ്പൊ guys, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ വിന്നർ ആയിരിക്കുന്നത് ശ്രീയാണ്. പിന്നെ ഡുവലിംഗോയുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എല്ലാവരും എന്തായാലും ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. this is Sanjita signing off.